പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. പക്ഷേ ദില്ലിയിൽ വായുമലിനീകരണം രൂക്ഷമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സാധാരണ ദീപാവലി കഴിഞ്ഞാൽ പിന്നീട് ഉത്തരേന്ത്യയിൽ ഡൽഹിയിലൊക്കെ ശൈത്യകാലത്തിന് തുടക്കമാണ്. ഈ സമയത്താണ് വലിയ രീതിയിലുള്ള വായുമലിനീകരണം ഉണ്ടാവുന്നത്. ആനന്ദ് വിഹാർ അടക്കമുള്ള ഇടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400 കടന്നിരിക്കുന്നു. ദീപാവലി ആഘോഷവും പടക്കങ്ങൾ പൊട്ടിച്ചതുമൊക്കെ മലിനീകരണം രൂക്ഷമാക്കി എന്നാണ് വിലയിരുത്തൽ. നോബൽ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ദീപാവലി. നോബൽ മാരിക്കാരൻ, എങ്ങനെയാണ് ദീപാവലി വന്നു, പടക്കം പൊട്ടിച്ചു, വായു മലിനമായി? സാധാരണ നമ്മൾ എല്ലാ തവണയും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സമയം മുതൽ അങ്ങോട്ട് വായു ഗുണനിലവാര സൂചിക ഇത്ര കടന്നു എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ഇന്നത്തെ അവസ്ഥ നോബൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ദീപാവലി. എന്താണെങ്കിലും എല്ലാ വർഷവും നമ്മൾ ഈ സമയത്ത് ദീപാവലി കഴിഞ്ഞാൽ പിന്നെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് ആദ്യം നൽകാറുള്ളത്. ഇത്തവണയും അതിന് ഒരു മാറ്റവും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം ദീപാവലിയുടെ ഇന്നത്തെ ദിവസം കൂടി പൂർത്തിയാകുമ്പോഴേക്കും പൂർണ്ണമായും ദില്ലി മലിനീകരണത്തിലേക്ക് എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അക്ഷർധാം അടക്കമുള്ള ഇടങ്ങളിലാണ്. മഞ്ഞ് പോലെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മഞ്ഞല്ല, മറിച്ച് വായു മലിനീകരണം തന്നെയാണ്. വായുവിൽ കൂടുതൽ ഗ്യാസിൻ്റെ അതോടൊപ്പം മറ്റ് അംശങ്ങളൊക്കെ കൂടുതലുണ്ട്. അതിൻ്റെ ഭാഗമായി വായു കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നു. അത്തരത്തിൽ വായു മലിനീകരണം രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നു ദില്ലിയിലും ദില്ലിയുടെ പരിസര പ്രദേശങ്ങളിലും എന്നാണ് യാഥാർത്ഥ്യം. ഇന്നലെ തന്നെ വിവിധ ഇടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400 മുകളിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് ആനന്ദ് വിഹാർ പോലെയുള്ള എല്ലാ തവണയും ഏറ്റവും അധികം മലിനീകരണം രേഖപ്പെടുത്ത പ്രദേശത്ത് 400 മുകളിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം RK പുരം അതോടൊപ്പം മറ്റ് മേഖലകളൊക്കെ ഇത്തരം ദ്വാരക അടക്കമുള്ള ഇടങ്ങളിലേക്ക് അത് 300 മുകളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇന്ന് രാത്രി പടക്കങ്ങൾ പൂർണ്ണമായും പൊട്ടിക്കുക. ഇന്നാണ് പ്രധാനമായും ദില്ലിയെ സംബന്ധിച്ച് പടക്കങ്ങൾ പൊട്ടിക്കുന്ന ഒരു ദിവസം. ഇന്നലെയൊക്കെ ദീപാലങ്കൃതമായ ദിവസമായിരുന്നെങ്കിൽ ഇന്നാണ് പ്രധാനമായും പടക്കം പൊട്ടിച്ചുകൊണ്ട് ദീപാവലി അവസാനമായി തന്നെ ആഘോഷിച്ച് അങ്ങ് പോകുന്ന ദിവസം. സ്വാഭാവികമായും ഇത് കഴിയുന്നതോടെ മലിനീകരണം വലിയ തരത്തിൽ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ കാർഷിക വിളകളുടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇനി വൈക്കോൽ കത്തിക്കൽ കൂടി ആകുമ്പോഴേക്കും പൂർണ്ണമായും ദില്ലി ഏറെക്കുറെ ഒരു ഗ്യാസ് ചേമ്പറായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായമായവരിലും കുട്ടികളിലും ഗുരുതര ആരോഗ്യമുള്ളവരിലൊക്കെ ഗുരുതര രോഗങ്ങളുള്ളവരിലൊക്കെ ഉണ്ടാക്കും എന്നും മറ്റൊരു പ്രശ്നം. എന്താണെങ്കിലും ദില്ലിയിൽ ഇപ്പോൾ അങ്ങോട്ട് വായു മലിനീകരണ സമയമാണ്. വായു ഗുണനിലവാര സൂചിക 400-300 കടന്ന് മുകളിലേക്ക് പോകുന്ന സാഹചര്യം. കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ് കേരളത്തിൽ വായു മലിനീകരണം എന്നൊക്കെ പറയുന്നത്. ഒരു പക്ഷേ 20 അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ആയിരിക്കും. ഇത് 400 മുകളിലേക്ക് പോകുമ്പോൾ ശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശ്വസിക്കാൻ കൊള്ളാത്ത വായു എന്താണ് അതിന്റെ അർത്ഥം? എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. സുരക്ഷിതമായിട്ടിരിക്കും, മാസ്ക് ഒക്കെ വെച്ച് സഞ്ചരിക്കും. ഇനിയപ്പോൾ 400 കഴിഞ്ഞ് മുകളിലോട്ട് അങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കും. മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനത്ത് ഈ വൈക്കോൽ കൂനകളൊക്കെ കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന പുകമലിനീകരണം ഡൽഹിയെ കൂടുതൽ ശ്വസിക്കാൻ പറ്റാത്ത നഗരമാക്കി മാറ്റും. അതാണ് എല്ലാ കാലത്തുമുള്ള കാഴ്ച, അല്ലേ? നമ്മളൊക്കെ ഇവിടെ എത്ര നല്ല സുന്ദരമായ ഒരു കാലത്താണ് അല്ലെങ്കിൽ കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാലവും മലയാളികൾക്ക് ഇന്നേ വരെ വന്നിട്ടില്ല.